ഇന്നത്തെ നമ്മുടെ ലെസൺ ടു ആൻഡ് ബി, ഈ രണ്ട് വാക്കുകൾ ഒരുമിച്ച് വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് എന്നാണ്. ടു ബി എന്ന ഒരു ടോപ്പിക് നമ്മൾ ഇതിനു മുമ്പും ഡിഫറെൻറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ലെസൺ ടു ആൻഡ് ബി ഒരുമിച്ച് വരുന്ന സിറ്റുവേഷൻസ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് എ മദർ ടു ബി, എ ഫാദർ ടു ബി, എ ബ്രൈഡ് ടു ബി എന്നൊക്കെ പറയുന്നത്. എന്താണ് എ മദർ ടു ബി എന്ന് പറയുന്നത്? ഒരു മദർ ആകാൻ പോകുന്ന സ്ത്രീ പെട്ടെന്ന് തന്നെ, അടുത്ത് തന്നെ, നിയർ ഫ്യൂച്ചറിൽ തന്നെ ഒരു മദർ ആകും. ഷീ ഈസ് എക്സ്പെക്റ്റിംഗ് എ ബേബി എന്നാണ് അതിനർത്ഥം. എ മദർ ടു ബി. അതുപോലെ നമുക്ക് എ ഫാദർ ടു ബി, എ ബ്രൈഡ് ടു ബി അങ്ങനെയൊക്കെ പറയാം. ഷീ ഈസ് ടു ബി എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവൾ ഒരു ഡോക്ടർ ആകും. അത് നിയർ ഫ്യൂച്ചറിൽ തന്നെ ആകും എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത്. ഷീ ഈസ് ടു ബി എ ഡോക്ടർ. ടു ബി ഉപയോഗിച്ചു. എബൌട്ട് ടു ഹാപ്പൺ എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി ഷീ വാസ് ടു ബി എ ഡോക്ടർ എന്നാണെങ്കിൽ അവൾ ഒരു ഡോക്ടർ ആകേണ്ടതായിരുന്നു, പക്ഷേ കുഡിൻറ്റ് ഹാപ്പൺ, അങ്ങനെ സംഭവിച്ചില്ല. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ ആയില്ല എന്നർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഷീ വാസ് ടു ബി. അത് ഈസ് ടു ബി എന്നുപയോഗിച്ചതുപോലെ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വാസ് ടു ബി ഉപയോഗിക്കാം, വേർ ടു ബി ഉപയോഗിക്കാം. പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ആം ടു ബി, ഈസ് ടു ബി, ആർ ടു ബി ഒക്കെ ഉപയോഗിക്കാം. ഇതൊക്കെ എവിടെയാണ് മാറി മാറി ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ആം ടു ബി എന്നുപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്, മാത്രമല്ല ഐ സബ്ജക്റ്റ് ആകുമ്പോഴാണ്. അതേസമയം ഈസ് ടു ബി ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റുകൾക്കാണ്. ഹി ഈസ് ടു ബി, ഷീ ഈസ് ടു ബി, ഗീത ഈസ് ടു ബി, ദ ബോയ് ഈസ് ടു ബി അങ്ങനെ. ഇനി ആർ ടു ബി ഉപയോഗിക്കാം, അതും പ്രസൻറ്റ് ടെൻസിൽ തന്നെയാണ്, പക്ഷേ സബ്ജക്റ്റ് യു, വി, ദേ അതുപോലെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആവുമ്പോഴാണ് പ്രസൻറ്റ് ടെൻസിൽ ആർ ടു ബി ഉപയോഗിക്കുന്നത്. വി ആർ ടു ബി, ദേ ആർ ടു ബി, യു ആർ ടു ബി എന്നൊക്കെ. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വാസ് ടു ബി അല്ലെങ്കിൽ വേർ ടു ബി ഉപയോഗിക്കാം. വാസ് ടു ബി ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റുകൾക്ക്. ഐ വാസ് ടു ബി, ഹി വാസ് ടു ബി, ഷീ വാസ് ടു ബി അങ്ങനെ. ഇനി പ്ലൂറൽ സബ്ജക്റ്റുകളാണെങ്കിൽ വി വേർ ടു ബി, ദേ വേർ ടു ബി, ദ ബോയ്സ് വേർ ടു ബി അങ്ങനെ. ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലെസൺ ടു ബി ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. നമുക്ക് അത് എക്സാമ്പിളിൽ കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കുക. ഐ ആം ടു ബി എ ടീച്ചർ. ഞാൻ ഒരു ടീച്ചർ ആകും. വി ആർ ടു ബി എൻജിനീയേഴ്സ്. ഞങ്ങൾ എൻജിനീയേഴ്സ് ആകും. യു ആർ ടു ബി എ ഹിസ്റ്റോറിയൻ. നിങ്ങൾ ഒരു ചരിത്രകാരൻ ആകും. സിയാദ് ഈസ് ടു ബി ആൻ ആർക്കിടെക്റ്റ്. സിയാദ് ഒരു ആർക്കിടെക്റ്റ് ആകും. നജീബ് ഈസ് ടു ബി എ ലോയർ. നജീബ് ഒരു ലോയർ ആകും. ദേ ആർ ടു ബി സയൻറ്റിസ്റ്റ്. അവർ സയൻറ്റിസ്റ്റ് ആകും. നോക്കൂ, ഐ ആണ് സബ്ജക്റ്റെങ്കിൽ ആം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ യു, വി, ദേ അതുപോലെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ആർ ടു ബി എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇത് പ്രസൻറ്റ് ടെൻസിൻ്റെ കാര്യമാണ്. പാസ്റ്റ് ടെൻസിൽ ആണെങ്കിൽ സിംഗുലർ സബ്ജക്ട്സിന് ഐ, പിന്നെ ഐ, ഹി, ഷീ അതുപോലെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കേണ്ടത് വാസ് ടു ബി എന്നാണ്. യു, വി, ദേ. പിന്നെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ വേർ ടു ബി എന്നുപയോഗിക്കാം പാസ്റ്റ് ടെൻസിൽ. പാസ്റ്റ് ടെൻസിലെ കുറച്ച് സെൻറ്റൻസസ് നോക്കാം. ഐ വാസ് ടു ബി എ ടീച്ചർ. ഞാൻ ഒരു ടീച്ചർ ആകേണ്ടതായിരുന്നു എന്നാണ് അവിടെ മീനിങ്. ആയില്ല, ആകേണ്ടതായിരുന്നു. ഐ വാസ് ടു ബി എ ടീച്ചർ. വി വേർ ടു ബി എൻജിനീയേഴ്സ്. ഞങ്ങൾ എൻജിനീയേഴ്സ് ആകേണ്ടതായിരുന്നു എന്നാണ്. വി വേർ ഉപയോഗിച്ചിരിക്കുന്നത് വി എന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. യു വേർ ടു ബി എ ഹിസ്റ്റോറിയൻ. നിങ്ങൾ ഒരു ചരിത്രകാരൻ ആകേണ്ടതായിരുന്നു.
സിയാദ് വാസ് ടു ബി ആൻ ആർക്കിടെക്റ്റ്. സിയാദ് ഒരു ആർക്കിടെക്റ്റ് ആകേണ്ടതായിരുന്നു. നജീബ് വാസ് ടു ബി എ ലോയർ. നജീബ് ഒരു ലോയർ ആകേണ്ടതായിരുന്നു. ദേ വേർ ടു ബി സയൻറ്റിസ്റ്റ്. അവർ സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാർ ആകേണ്ടതായിരുന്നു. എ മോക്ക് ടെസ്റ്റ് ഈസ് ടു ബി കണ്ടക്റ്റഡ് ടുമാറോ. ഒരു മോക്ക് ടെസ്റ്റ് നാളെ നടത്തേണ്ടതാണ് എന്നാണ്. ഈസ് ടു ബി എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. എ വാക്സിൻ ഡ്രൈവ് ഈസ് ടു ബി ഹെൽഡ് ടുമാറോ. നാളെ ഒരു വാക്സിൻ ഡ്രൈവ് നടത്തേണ്ടതാണ്. എ മോക്ക് ടെസ്റ്റ് ഈസ് ടു ബി കണ്ടക്റ്റഡ് ടുമാറോ. മേക്ക് ഷുവർ യു അറ്റൻഡ് ഇറ്റ്. നാളെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തേണ്ടതാണ്. അത് അറ്റൻഡ് ചെയ്യുക എന്നത് ഉറപ്പാക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്യൂച്ചർ പ്ലാനിനെ പറ്റിയാണ് പറയുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. വെൻ ടൈം പെർമിറ്റ്സ് എ മോക്ക് ടെസ്റ്റ് ഈസ് ടു ബി കണ്ടക്റ്റഡ്. ഇറ്റ് വിൽ ഹെൽപ്പ് സ്റ്റുഡൻസ് പ്രിപ്പയർ വെൽ ഫോർ ദി എക്സാംസ്. ഇതിൻ്റെ മീനിങ്, ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്? നാളെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തേണ്ടതാണ്. വെൻ ടൈം പെർമിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. സമയം അനുവദിക്കുകയാണെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് നടത്തപ്പെടേണ്ടതാണ്. ഇറ്റ് വിൽ ഹെൽപ്പ് സ്റ്റുഡൻസ് പ്രിപ്പയർ വെൽ ഫോർ ദി എക്സാംസ്. എക്സാംസിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യാൻ അത് കുട്ടികളെ സഹായിക്കും എന്നാണ് അതിനർത്ഥം. അപ്പോൾ അത് ഈ സെൻറ്റൻസിൽ ഈസ് ടു ബി ഉപയോഗിച്ചിരിക്കുമ്പോൾ അത് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന രീതിയിലാണ്. അത് നാളെ അത് ചെയ്യണം, നാളെ അത് ചെയ്യേണ്ടതാണ് എന്നർത്ഥത്തിൽ. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ എ മോക്ക് ടെസ്റ്റ് ഈസ് ടു ബി കണ്ടക്റ്റഡ് ടുമാറോ, മേക്ക് ഷുവർ യു അറ്റൻഡ് ഇറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ആണ്. പക്ഷേ സെക്കൻഡ് സെൻറ്റൻസിലാവുമ്പോൾ വെൻ ടൈം പെർമിറ്റ്സ് എ മോക്ക് ടെസ്റ്റ് ഈസ് ടു ബി കണ്ടക്റ്റഡ്, ഇറ്റ് വിൽ ഹെൽപ്പ് സ്റ്റുഡൻസ് പ്രിപ്പയർ വെൽ ഫോർ ദി എക്സാംസ് എന്ന് പറയുമ്പോൾ അവിടെ അത് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന രീതിയിലാണ് പറയുന്നത്. ഇനി വേറെ കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കൂ. എ മെയിൽ ഈസ് ടു ബി സെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ടു ദ റീജിയണൽ ഓഫീസ്. ഇതിനർത്ഥം റീജിയണൽ ഓഫീസിലേക്ക് ഉടൻ തന്നെ മെയിൽ അയക്കേണ്ടതാണ്. ഈസ് ടു ബി സെൻറ്റ്. അവിടെ ടു ബിയുടെ ഉപയോഗം നോക്കൂ. അത് അയക്കേണ്ടതാണ് എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത സെൻറ്റൻസ് എ മെയിൽ ഷുഡ് ബി സെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ടു ദ റീജിയണൽ ഓഫീസ്. ഇങ്ങനെയും ഇത് പറയാം. ഇതിൻ്റെ മീനിങ് ഒരു മെയിൽ റീജിയണൽ ഓഫീസിലേക്ക് അയക്കണം എന്നാണ്. ഒരു സെൻറ്റൻസിൽ ഈസ് ടു ബി ഉപയോഗിച്ചിരിക്കുന്നു, പക്ഷേ നെക്സ്റ്റ് സെൻറ്റൻസിൽ ഷുഡ് ബി ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. എ മെയിൽ ഹാസ് ടു ബി സെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ടു ദ റീജിയണൽ ഓഫീസ്. നോക്കൂ, ഈ സെൻറ്റൻസിൽ ഹാസ് ടു ബി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയും മീനിങ് ഒന്ന് തന്നെയാണ്. മെയിൽ റീജിയണൽ ഓഫീസിലേക്ക് അയക്കേണ്ടതാണ് എന്ന മീനിങ് തന്നെയാണ് ഇവിടെയും. നെക്സ്റ്റ് സെൻറ്റൻസ് എ മെയിൽ മസ്റ്റ് ബി സെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ടു ദ റീജിയണൽ ഓഫീസ്. അവിടെ ആ സെൻറ്റൻസിൽ മസ്റ്റ് ബി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സെൻറ്റൻസിൽ ഹാസ് ടു ബി ഉപയോഗിച്ചിരിക്കുന്നു, മറ്റേ സെൻറ്റൻസിൽ അടുത്ത സെൻറ്റൻസിൽ മസ്റ്റ് ബി ഉപയോഗിച്ചിരിക്കുന്നു. മസ്റ്റ് ബി സെൻറ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി അതിന് ഒരു സ്ട്രെങ്ത് വന്നു. എന്തായാലും മെയിൽ അയക്കേണ്ടതാണ് എന്ന അർത്ഥത്തിലാണ് മസ്റ്റ് ഉപയോഗിക്കുന്നത്. മസ്റ്റ് ബി എന്നുപയോഗിച്ചാൽ അത് കൂടുതൽ സ്ട്രോങ്ങർ ആണ്. അതേസമയം ഷുഡ് ഉപയോഗിക്കുമ്പോൾ അത്രയ്ക്ക് അതിന് സ്ട്രെങ്ത് ഇല്ല, അതിന് അത്രയ്ക്കൊരു പവർ ഇല്ല. ഇനി ഹാസ് ടു ബി ഉപയോഗിക്കുമ്പോഴും ഈസ് ടു ബി ഉപയോഗിക്കുമ്പോഴും അത്തരത്തിലുള്ള വ്യത്യാസം ഉണ്ട്. ഹാസ് ടു ബി ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടി, അതേസമയം ഈസ് ടു ബി ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒരു അത്രയ്ക്ക് സ്ട്രെങ്ത് ഇല്ല, അത്രയ്ക്ക് പവർ ഇല്ല. അപ്പോൾ ഷുഡിനേക്കാളും പവർ കൂടുതൽ മസ്റ്റിനാണ്. അതേപോലെ ഈസ് ടു ബി ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി പവർ കൂടുതലുള്ളത് ഹാസ് ടു ബി ഉപയോഗിക്കുമ്പോഴാണ്. ഇനി പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസസ് നോക്കാം. എ മെയിൽ വാസ് ടു ബി സെൻറ്റ് ടു ദ റീജിയണൽ ഓഫീസ് യെസ്റ്റർഡേ. നോക്കൂ, വാസ് ടു ബി ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. ഇന്നലെ റീജിയണൽ ഓഫീസിലേക്ക് ഒരു മെയിൽ അയക്കേണ്ടതായിരുന്നു എന്നാണ് വാസ് ടു ബി സെൻറ്റ് എന്ന് പറയുമ്പോൾ.
ഇനി അടുത്ത സെൻറ്റൻസ്, എ മെയിൽ ഹാഡ് ടു ബി സെൻറ്റ് ടു ദ റീജിയണൽ ഓഫീസ് യെസ്റ്റർഡേ. ഇന്നലെ റീജിയണൽ ഓഫീസിലേക്ക് ഒരു മെയിൽ അയക്കേണ്ടി വന്നു എന്നാണ്. ഹാഡ് ടു ബി, അയക്കേണ്ടി വന്നു, വേറെ വഴിയില്ലായിരുന്നു, അത് ഒരു കമ്പൽഷൻ ആണ്. അയക്കേണ്ടി വന്നു, അയക്കാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. നെക്സ്റ്റ്, വിച്ച് ഈസ് ടു ബി ആൻഡ് ഹൂ ആർ ടു ബി. എന്താ ഇതിൻ്റെ മീനിങ്? ദ പാർക്ക് വിച്ച് ഈസ് ടു ബി റെനോവേറ്റഡ് ഈസ് നിയർ ദ സ്കൂൾ. റെനോവേറ്റ് ചെയ്യപ്പെടേണ്ട, നവീകരിക്കപ്പെടേണ്ട പാർക്ക് സ്കൂളിനടുത്താണ്. ദ പാർക്ക് വിച്ച് ഈസ് ടു ബി എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ സ്റ്റുഡൻസ് ഹൂ ആർ ടു ബി സെലക്റ്റഡ് വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫൈനൽസ്. ദ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ, സെലക്ട് ചെയ്യപ്പെടേണ്ട വിദ്യാർത്ഥികൾ ഫൈനൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഫൈനൽസിൽ പങ്കെടുക്കും. ദ പാർക്ക് ദാറ്റ് ഈസ്, അതല്ലെങ്കിൽ വിച്ച് ഈസ് ടു ബി റെനോവേറ്റഡ് ഈസ് നിയർ ദ സ്കൂൾ. നവീകരിക്കപ്പെടാൻ പോകുന്ന പാർക്ക് സ്കൂളിനടുത്താണ് എന്നാണല്ലോ ആ സെൻറ്റൻസിൻ്റെ മീനിങ്. അവിടെ നമുക്ക് വേണമെങ്കിൽ ദാറ്റ് ഈസ്, അതല്ലെങ്കിൽ വിച്ച് ഈസ് എന്നത് ഒഴിവാക്കാം. ദ പാർക്ക് ടു ബി റെനോവേറ്റഡ് ഈസ് നിയർ ദ സ്കൂൾ എന്ന് പറഞ്ഞാലും മീനിങ് സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ദ സ്റ്റുഡൻസ് ദാറ്റ് ഓർ ഹു ആർ ടു ബി സെലക്റ്റഡ് വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫൈനൽസ്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ ഫൈനലിൽ പങ്കെടുക്കും എന്നാണല്ലോ അതിൻ്റെ മീനിങ്. അവിടെയും നമുക്ക് ദാറ്റ് ആർ അല്ലെങ്കിൽ ഹു ആർ എന്നത് ഒഴിവാക്കാം. ദ സ്റ്റുഡൻസ് ടു ബി സെലക്റ്റഡ് വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫൈനൽസ് എന്ന് പറഞ്ഞാലും ആ സെൻറ്റൻസിൻ്റെ മീനിങ് ഒന്ന് തന്നെയാണ്. നെക്സ്റ്റ്, എക്സ്പ്രസിങ് വൺസ് ഡിസയേഴ്സ്. ഒരാളുടെ ആഗ്രഹങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് നമുക്ക് ടു ബി ഉപയോഗിക്കാം. ഐ വാണ്ട് ടു ബി ഫ്രീ, ഞാൻ സ്വതന്ത്രയാകാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ബി ഫ്രീ. ഐ വാണ്ട് ടു ബി ട്രീറ്റഡ് വെൽ, ഞാൻ നന്നായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ എന്നോട് നന്നായി പെരുമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഐ വാണ്ട് ടു ബി എ സയൻറ്റിസ്റ്റ്, ഞാനൊരു സയൻറ്റിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നു. ഡസ് ഷീ വാണ്ട് ടു ബി എ ഡോക്ടർ? ഡസ് ഷീ വാണ്ട് ടു ബി എ ഡോക്ടർ, അതൊരു ക്വസ്റ്റ്യൻ ഫോമിലായി. അവൾ ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ്. നെക്സ്റ്റ് വൺ, നമുക്ക് വിൽ ബി എന്നുപയോഗിക്കുന്നതിന് പകരം നമുക്ക് ഗോയിങ് ടു ബി ഉപയോഗിക്കാം. ഐ ആം ഗോയിങ് ടു ബി ഇൻ ചെന്നൈ ടുമാറോ. ഐ വിൽ ബി ഇൻ ചെന്നൈ ടുമാറോ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഐ ആം ഗോയിങ് ടു ബി ഇൻ ചെന്നൈ ടുമാറോ എന്ന് പറയാം. നാളെ ഞാൻ ചെന്നൈയിൽ ആയിരിക്കും എന്നർത്ഥത്തിലാണ്. ഐ ആം ഗോയിങ് ടു ബി ഇൻ ബെഡ് ഓൾ ഡേ, ഞാൻ ദിവസം മുഴുവൻ ബെഡിൽ ആയിരിക്കും. ദ സോങ് ഈസ് ഗോയിങ് ടു ബി എ ഹിറ്റ്, ആ സോങ്, ആ പാട്ട് ഹിറ്റ് ആകാൻ പോകുന്നു എന്നാണ്. നെക്സ്റ്റ് വൺ, നോവേർ ടു ബി സീൻ, അതുപോലെ നോവേർ ടു ബി ഫൗണ്ട്. ഇത് വളരെ കോമൺ ആയി ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് തന്നെയാണ്. ദ ചൈൽഡ് ഈസ് നോവേർ ടു ബി സീൻ, ആ കുട്ടിയെ ഒരിടത്തും കാണാനില്ല എന്നാണ്. ദ ഡോക്യുമെൻറ്റ്സ് ആർ നോവേർ ടു ബി ഫൗണ്ട്, ആ ഡോക്യുമെൻറ്റ്സ് ഒരിടത്തും കാണാനില്ല. ഇനി അത് നോവേർ എന്നതിന് പകരം നമുക്ക് നോട്ട് എനിവേർ എന്നും ഉപയോഗിക്കാം. ദ ചൈൽഡ് ഈസ് നോട്ട് എനിവേർ ടു ബി സീൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ഒരിടത്തും കാണാനില്ല എന്നാണ് അർത്ഥം. ഇപ്പോൾ ടു ആൻഡ് ബി, ടു ബി, ഈ രണ്ട് വേർഡ്സ് ഒരുമിച്ച് വന്നാൽ എന്തെല്ലാം മീനിങ്സ് വരും എന്ന് മനസ്സിലായല്ലോ.